ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഇപ്പം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നാൽ എന്താണ് ചെയ്യുക? കൂടുതൽ കോംപ്ലിക്കേഷൻസ് പറയുന്നത് പ്രീവിയസ് സർജറീസ് ഉള്ളപ്പോൾ ഇപ്പം നമുക്ക് കൂടുതലും വരുന്ന കേസസ് 2-3 സിസേറിയൻസ് കഴിഞ്ഞിട്ട് വരുന്ന കേസസ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടൽ, കുടലും യൂട്രസും അല്ലെങ്കിൽ ബ്ലാഡറും യൂട്രസും തമ്മിൽ ഒട്ടലുണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സൂക്കേടുകളിൽ എല്ലാം കൂടെ ഒട്ടി ഒരു മാസമായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ വിടിയിച്ച് വരുമ്പോഴാണ് ചിലപ്പോൾ ബവൽ ഇഞ്ചുറി, ബ്ലാഡർ ഇഞ്ചുറി അങ്ങനെയൊക്കെ വരാറ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്മൾ കീ ഹോൾ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ പോകും. ചിലപ്പോൾ തോന്നുവാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്യില്ല, ഓപ്പൺ ചെയ്ത് നമ്മൾ മാക്സിമം സാധാരണ രീതിയിൽ തന്നെ ചെയ്യണം. വെച്ചാൽ ഒരു കോംപ്ലിക്കേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. നമ്മൾ ചെയ്ത് പോവുക, എളുപ്പമായിട്ട് വിടിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് സർജറി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഇപ്പം ഈ ട്യൂബൽ പ്രഗ്നൻസി തന്നെ ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് സാധാരണ പ്രഗ്നൻസി ടെസ്റ്റിൽ ഒരുപക്ഷെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കും, അല്ലെങ്കിൽ ഇത്തരം ശസ്ത്രക്രിയയെ കൂടെ ഇത് റിമൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ട്യൂബൽ പ്രഗ്നൻസി വന്നു എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാമതും ട്യൂബൽ ആവണമെന്നില്ല. പക്ഷെ എന്ത് റീസൺ വല്ല ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിൽ അതെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് അടുത്തത് കൺസീവ് ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് കോസ്റ്റ് എങ്ങനെയാണ് മറ്റ് ശസ്ത്രക്രിയയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ? ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ലാപ്രോസ്കോപ്പിക്ക് മെയിൻലി ഇൻസ്ട്രുമെൻസിനും എല്ലാത്തിനും കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ സർജറിയിലേക്കാളും ഒരു മേ ബി 10,000 rupees കൂടുതലായിരിക്കും. ഒരു കീഹോൾ വഴി യൂട്രസ് റിമൂവ് ചെയ്യാനും മുഴ റിമൂവ് ചെയ്യാനൊക്കെ ഏകദേശം ഒരു 40-45 വരുമെങ്കിൽ ഓപ്പൺ സർജറിക്ക് 30-35 ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. പക്ഷേ അഡ്വാൻറ്റേജസ് മച്ച് മോർ, ബിക്കോസ് നമുക്ക് നേരത്തെ ജോലിക്ക് പോകാം, റെസ്റ്റ് വേണ്ട, നമ്മളെ നോക്കാൻ ആളെ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവുമ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡോക്ടർ, ഈ മധ്യവയസ്കരായ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, അറിയാതെ ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക. ഇത്തരം പ്രശ്നങ്ങൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉപകാരപ്രദമാണ്? ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ മൂത്രം പോകുന്നത് മെയിനായിട്ട് യൂട്രസ് താഴോട്ട് വരുമ്പോൾ, അതിന് തൊട്ട് മുമ്പിലാണ് ഈ മൂത്രസഞ്ചി ഉള്ളത്. ഈ യൂട്രസ് താഴോട്ട് വരുമ്പോൾ അത് മൂത്രസഞ്ചി താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ എത്ര യൂറിൻ പാസ് ചെയ്താലും കുറച്ച് യൂറിൻ അവിടെ കെട്ടിക്കിടക്കും. അപ്പോഴാണ് ഈ തുമ്മുമ്പോഴൊക്കെ പോകുന്നത്. അവിടെ ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ആ ഒരു ഏജിൽ ചെയ്യുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഈ ബ്ലാഡർ പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്യുക. അപ്പോൾ അത് സോൾവ് ആവാറുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഓക്കെ. അപ്പൊ എനിക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല. ആദ്യത്തെ ഒന്നായിട്ട് അബോർഷനായി. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ 2 വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ആദ്യത്തെ ഇതിൽ ഇങ്ങനെ എന്താ ഗർഭാശയം തടിച്ചതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനും പിന്നെ ആ മാസം ടെസ്റ്റ് ചെയ്തപ്പോ മാത്രം അണ്ടോത്സവം നടന്നിട്ടില്ല. എന്ത്? ആ മാസം സ്കാൻ ചെയ്തു ചെന്നു. അപ്പൊ അണ്ടോത്സവത്തിന് നടന്നിട്ടില്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു കീ ഹോൾ ഒരു ഇതുണ്ട്, എന്താ പറയാ ഡോക്ടർ, പേര് മറന്നുപോയി. പോളിസിസ്റ്റിക് ഓവറി ആണോ? അതാണെന്ന് പറഞ്ഞു. അത് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങള് ആളെങ്ങനെ വെയിറ്റ് കൂടുതലുള്ള ആളാണോ? ഇല്ല, എനിക്ക് വെയിറ്റ് ഇല്ല, 40 ഉള്ളൂ. 40 ഉള്ളൂ. ഓക്കെ. പോളിസിസ്റ്റിക് ഓവറി കൂടുതലും വെയിറ്റ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങള് വേറെ സ്ഥലത്ത് പോയി. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ പേടിച്ചു പോയി. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഡോക്ടർ അടുത്ത് ചെന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞു അണ്ടോത്സർജനൊക്കെ ഓക്കെ ആണ്, തനിക്ക് ഒരു കുഴപ്പമില്ല. 2 പേരും ടെസ്റ്റ് ചെയ്ത് 2 പേർക്കും ഒരു കുഴപ്പമില്ല. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രഗ്നൻസി ആയിട്ടില്ല. ഓക്കെ. നമ്മള് പണ്ടത്തെ കാലത്ത് കുറെ നാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാവരും കാരിയറൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നത് ലേറ്റാണ്. അത് കഴിഞ്ഞ് ഒരു 6 monthsനകം ആയില്ലെങ്കിൽ സാധാരണ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന നമ്മളെ ഏജ് കൂടുന്തോറും നമ്മളുടെ ചാൻസസ് കുറഞ്ഞു വരും. അപ്പോൾ ഒരു 6 months ആയിട്ടായില്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യണം. സിമെൻ ടെസ്റ്റ് ചെയ്യാൻ പറയും, ഓവുലേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ആ ഹോർമോണൽ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കാൻ പറയും. ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇതെല്ലാം ഏത് സ്റ്റെപ്പിൽ നമ്മൾ എവിടെയാണ് പ്രോബ്ലം കാണുന്നത് അത് ട്രീറ്റ് ചെയ്ത് പോവുക ചെയ്യുക. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് റൈറ്റ് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് സിസ്റ്റ് ആണ്.
2010 ലാപ്രോസ്കോപ്പി കഴിഞ്ഞതാണ്. ഇപ്പോ സെക്കൻഡ് ടൈം വന്നിട്ടുണ്ട്. അതിപ്പോ സൈസ് കാണിക്കുന്നത് 7.7 × 4.5 × 6 സെന്റിമീറ്റർ. ഓക്കെ. പെയിൻ ഉണ്ടോ? പെയിൻ പീരിയഡ് ടൈമിൽ നല്ല പെയിൻ. ഇത് ഈ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നതിനാണ് നമ്മൾ പെൽവിക് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു സിസ്റ്റ് റിമൂവ് ചെയ്താലും അത് ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടും അതിന് ട്രീറ്റ്മെന്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഒരു 5 സെന്റിമീറ്ററിൽ കൂടുതലുള്ള സിസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും റിമൂവ് ചെയ്തിരിക്കണം. ലാപ്രോസ്കോപ്പി ഓപ്പൺ ഏതായാലും നമുക്ക് ചെയ്യാം, പക്ഷേ ലാപ്രോസ്കോപ്പി ആകുമ്പോഴാണ് നല്ല ക്ലിയറൻസ് കിട്ടും. അത് ലാപ്രോസ്കോപ്പി ചെയ്താലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെതായ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഇഞ്ചെക്ഷൻ ലൂപ്രൈഡ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഡാനസോൾ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്, അത് ഒരു 6 months to 1 year എടുത്താൽ ഇതിനൊരു ശമനം കിട്ടും, അല്ലെങ്കിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും എൻഡോമെട്രിയോസിസ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച 2:30 കാണാം. നമസ്കാരം.